ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ ഈ യാത്ര നയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സാരഥികളായ സ്നേഹ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇതിൽ സംബന്ധിക്കുന്ന മറ്റ് അംഗങ്ങളെ, ഞാൻ വളരെ കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ. ഞാൻ പല പത്രത്തിലും ചില കടലാസുകളിലെല്ലാം ഞാൻ ഇതിനെക്കുറിച്ച് കാണുകയും വായിക്കുകയും ചെയ്തു. ഞാനിതിനെപ്പറ്റി പല ചിന്തിച്ചു. എത്ര നല്ലൊരു ആശയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം തൊഴിലില്ലായ്മ ഏറ്റവുമുള്ള രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ രാജ്യം. ഭൂരിപക്ഷം ആളുകളും കൃഷിക്കാരാണ്. ഉപജീവനം നയിക്കുന്നത് കാർഷിക വൃത്തി കൊണ്ടാണ്. കാർഷിക വിഭവങ്ങളുടെ വില നമുക്കറിയാം, വളരെ 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 കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. അങ്ങനെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന, വീണ്ടും ജോലി ചെയ്യുവാൻ ആരോഗ്യമില്ലാത്ത 60 വയസ്സ് കഴിഞ്ഞ നിരവധി കോടി ആളുകൾ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അവർ കഷ്ടപ്പെടുകയാണ് നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട്. ഏതാണ്ട് 3, 4, 5% ആളുകളാണ് ജോലിയുള്ളവർ. അവർക്ക് അമിതമായ ശമ്പളവും അമിതമായ പെൻഷനും അവർ വാങ്ങി അവർ സുഖമായിട്ട് കഴിയുന്നു. അവരെങ്ങനെയാണ് ഇനി അവരുടെ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന് ഓർത്ത് പലപ്പോഴും സമരമുറകളും ഒക്കെ നടത്തുന്നുമുണ്ട്. അപ്പോഴും ഈ ബഹുഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളികളായിരിക്കുന്ന, വീണ്ടും ജോലി ചെയ്യുവാൻ നിവൃത്തിയില്ലാത്ത പ്രായമായിരിക്കുന്ന ഈ കർഷകരെ ആരും പരിഗണിക്കുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ സത്യമാണ്. ഒരു ഗവൺമെന്റ് അവരുടെ കാര്യങ്ങൾ പറയാറില്ല. ഒരധികാരികൾ അവരുടെ തിരിഞ്ഞു നോക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്നുള്ള തുല്യനീതി എല്ലാവർക്കും എന്നുള്ള ചിന്തയോടുകൂടി നിങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഈ പ്രസ്ഥാനം ഏറ്റവും സ്വീകാര്യമായ ഒരു പ്രസ്ഥാനമാണെന്ന് ഞാൻ കരുതുകയാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എല്ലാവർക്കും തുല്യമായിട്ട് 10,000 രൂപ വച്ച് ഗവൺമെൻറ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകണം നമ്മുടെ രാജ്യത്ത്. 10,000 അല്ലെങ്കിൽ ചെറിയ തുകയാണെങ്കിലും എല്ലാ 60 വയസ്സ് പൂർത്തിയായ സിറ്റിസൻസിനും അത് കൊടുക്കാൻ ഗവൺമെൻറ് മാർഗങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ വിദേശ രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്. അവർക്ക് ജീവിക്കാനുള്ള ഒരു അംശം സർക്കാർ കൊടുക്കുന്നുണ്ട്. 60 വയസ്സും പൂർത്തിയായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യവസ്ഥ. നമ്മുടെ രാജ്യത്ത് മാത്രം അങ്ങനെ ഒരു കാര്യങ്ങളൊന്നുമില്ല. ജീവിച്ചല്ലാത്തവൻ അത്രയുള്ളൂ. ആരും ഉത്തരവാദി ഇല്ലാത്ത ഒരു പ്രക്രിയയാണ് നമ്മൾ കണ്ടുവരുന്നത്. എത്രയോ പാവപ്പെട്ട മനുഷ്യരാണ്. ഇനി കർഷക പെൻഷനുണ്ട്, വിധവ പെൻഷനുണ്ട്, അങ്ങനെ ധാരാളം പെൻഷന്റെ പേരുകളുണ്ടെങ്കിലും 1,600 രൂപ ഒരു അവർക്ക് കൊടുത്തിട്ട് മാസങ്ങളായ സംഭവങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി വളരെ പരിതാപകരം തന്നെയാണ്. ആളുകളുടെ സ്ഥിതി പരിതാപകരമാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്നുള്ള ചിന്ത, ഈ രാജ്യത്ത് ഉണ്ടാകുന്ന പണം അത് ഒരു നീതിയായിട്ട് എല്ലാവർക്കും തിരിച്ചു കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു സംവിധാനം ഈ രാജ്യത്തുണ്ടാകണം. വൺ ഇന്ത്യ വൺ പെൻഷൻ എന്നുള്ള ആശയം അത് ശ്ലാഘനീയമാണ്. അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇതിൻ്റെ സാരഥികളെ, ഇതിൻ്റെ പ്രവർത്തകരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും